2024 ജെയ് മെയിൻ റിസൾട്ട് വന്നപ്പോഴേക്കും ചരിത്ര വിജയം സൃഷ്ടിച്ച ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിന് അഭിമാനമായി മാറിയ വിദ്യാർത്ഥികളെയാണ് നിങ്ങൾ ഈ കാണുന്നത്. നിരവധി വിദ്യാർത്ഥികളുണ്ട്. പക്ഷെ ഈ ഒരു സമയം വേണ്ട 1:30 ആയിരിക്കുകയാണ്. റിസൾട്ട് വന്ന അതേ ദിവസം തന്നെ ആ ഒരു സമയത്തോടനുബന്ധിച്ച് തന്നെ ഈ വൈകിയ വേളയിൽ ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിലേക്ക് എത്തിയ ഇവരുടെ ഒരു ഡെഡിക്കേഷൻ ലെവല് ഒന്നും പറയാനില്ല. വിഷ്ണു, റിസൾട്ട് വന്ന് നമ്മുടെ ലൈവ് ആരംഭിച്ചു. ലൈവ് ഇങ്ങനെ അടിപൊളിയായിട്ട് മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ കുട്ടികളെല്ലാം നമ്മുടെ ക്യാമ്പസിലേക്ക് വരുന്നത് അല്ലേ. അപ്പോൾ ഈ വൈകിയ വേളയിലും അവരെത്തിക്കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇനി അവരോട് ചൂടാറുന്നതിന് മുമ്പ് തന്നെ ഓരോ കാര്യങ്ങൾ അങ്ങ് ചോദിച്ചറിയാം. തീർച്ചയായിട്ടും അവരെല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ടാണ്. നിങ്ങൾ എല്ലാവരും ഹാപ്പി അല്ലേ? യെസ്, അവരെല്ലാവരും വളരെ ഹാപ്പിയാണ്. ഭയങ്കര പവറാണ്, ഭയങ്കര എനർജറ്റിക് ആയിട്ടാണ് ഇങ്ങോട്ട് വന്നെത്തിയിരിക്കുന്നത്. യൂണിഫോം ഒക്കെ ഇട്ട് യാത്രയിൽ വന്ന് നിൽക്കുമ്പോൾ അതെ, അവർക്കുള്ള ഒരു സന്തോഷം എന്ന് പറയുന്നത് പറഞ്ഞറിയിക്കാനാവാത്താണ്. പക്ഷെ നമ്മൾ പറയണ്ട, അവർ തന്നെ പറയട്ടെ. യെസ്, അപ്പൊ എങ്ങനെ കാണുന്നു ഈ ഒരു സന്തോഷത്തെ? നിങ്ങളൊരു വലിയൊരു ഗ്യാങ്ങിനെ പോലെ ഇവിടെ എത്തി വന്ന് നിൽക്കുകയാണ് അല്ലേ? എന്റെ പേര് അതുൽ, ഞാൻ തിരുവനന്തപുരത്താണ് വരുന്നത്. നല്ല സന്തോഷമുണ്ട്. വീട്ടിൽ പാരന്റ്സിനൊക്കെ വിളിച്ചിട്ടുണ്ടായിരുന്നു, അവർക്കും എല്ലാവർക്കും നല്ല സന്തോഷമുണ്ട്. യെസ്, സ്വാഭാവികമായിട്ടും കണ്ട് പരിചിതമുള്ള ഒരുപാട് മുഖങ്ങളാണ് നിങ്ങളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. എല്ലാവരും ഒരേ സന്തോഷത്തോടുകൂടിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഒരു കൂട്ടായ ഒരു പ്രയത്നത്തിന്റെ വിജയമാണ് എന്നുകൂടി പറയാം. അപ്പോൾ നമ്മുടെ ബ്രില്യൻ ഫാമിലിയോടൊക്കെ എന്താണ് ഈ സമയത്ത് പറയുന്നത്? ബ്രില്യൻ ഫാമിലിയും കോർഡിനേറ്റേഴ്സ്, അതുപോലെ നമ്മുടെ ക്ലാസ് ടീച്ചർ ബിനി സാർ, ബിനോയ് സാർ, അവരോട് എല്ലാവരോടും നന്ദിയുണ്ട്. അവർ നല്ല മോട്ടിവേഷൻ ആയിരുന്നു. അതുപോലെ നമ്മുടെ ഹോസ്റ്റലിലെ വാർഡൻസും അവരും നല്ല സപ്പോർട്ടീവ് ആയിരുന്നു. അപ്പൊ വലിയൊരു നേട്ടം കൈവരിച്ച് ദ ബ്രില്യൻ സ്റ്റഡീസ് സെന്ററിന് മുമ്പിൽ ഏറെ അഭിമാനത്തോടുകൂടി നിൽക്കുകയാണ് അല്ലേ? യെസ്, പേരൻസിനോടൊക്കെ എന്താണ് പറയുന്നത്? ആദ്യം പേര്, നാടൊക്കെ പറഞ്ഞു. പേര് ആഷിഖ്, നാട് മലപ്പുറത്താണ്. ഇപ്പോൾ ഇങ്ങനൊരു ഇത് കിട്ടാൻ കാരണം നമ്മളെ ബ്രില്യൻറ്റിനെ പോലെ തന്നെ പാരൻസിനും അതിന് നല്ലൊരു റോളുണ്ട്. പാരൻസിന് അപ്പോൾ നന്ദി. സത്യം പറഞ്ഞാൽ ഒരുപാട് സന്തോഷത്തോടുകൂടിയിട്ടാണ് ആ വിദ്യാർത്ഥി തന്റെ പേരൻസിനോട് നന്ദി പറഞ്ഞത്. സത്യം പറഞ്ഞാൽ ഇത്ര സന്തോഷമുണ്ട്, കാരണം ആ കുട്ടിക്ക് വാക്കുകൾ പോലും കിട്ടുന്നില്ല. അത്ര സന്തോഷത്തോടെ അഭിമാനത്തോടു കൂടിയിട്ടാണ് ആ വിദ്യാർത്ഥി ഇവിടെ നിൽക്കുന്നത്. വിഷ്ണു, അപ്പോൾ അടുത്ത ആളോട് നമുക്ക് നേരിട്ട് കാര്യങ്ങളൊക്കെ ചോദിക്കാം. അവൻ്റെ പേര് വിവേക്, സ്ഥലം കോഴിക്കോട്. ഓക്കെ, എന്ത് തോന്നുന്നു വിവേകിന് ഈ ഒരു ഘട്ടത്തില്? നല്ല സന്തോഷമുണ്ട്. അപ്പോൾ സെഷൻ 1 ആയിരുന്നോ സെഷൻ 2 ആയിരുന്നോ വിവേകിനെ സംബന്ധിച്ച് കുറച്ച് ഈസി ആയിരുന്നു പറയാൻ? സെഷൻ 2-നെക്കാട്ടി ഈസി സെഷൻ 1 ആണ്. പക്ഷേ പേഴ്സണലി കൂടുതൽ കിട്ടിയ സെഷൻ 2-ലാണല്ലേ? അപ്പോൾ 2 കഴിഞ്ഞപ്പോ നമ്മുടെ ആളുകളെല്ലാം വന്ന് സംസാരിച്ചില്ലേ? അപ്പൊ അവരോടൊക്കെ എന്താ പറഞ്ഞത്? സാറിനെ വന്ന് സംസാരിക്കും. ഓക്കെ, അപ്പൊ ഈ റിസൾട്ട് വന്നതിന് ശേഷം വീട്ടിലേക്ക് വിളിച്ചോ? വീട്ടിലേക്ക് വിളിച്ചു. വിളിച്ച് വീട്ടുകാരൊക്കെ നല്ല സന്തോഷത്തിലാണ്. ഓക്കെ, ഇനി വിവേകിന് ആരൊക്കെ സിബ്ലിങ്സ് ആരൊക്കെ ഉള്ളത്? അനിയുണ്ട്. അനിയൻ എന്താ ചെയ്യുന്നത്? അനിയൻ 8ാം ക്ലാസ്സിൽ. 8ാം ക്ലാസ്സിലാണ്. അപ്പൊ ജെയ് അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള ആ ഒരു പവർഫുൾ ആയിട്ടുള്ള ആ ഒരു പ്രിപ്പറേഷനിലാണ് നിങ്ങൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അല്ലേ? അപ്പോൾ അതെങ്ങനെയാണ്, അതൊന്ന് ജസ്റ്റ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടൊന്ന് പറയാമോ? ഇപ്പം മോഡൽ എക്സാംസിലൂടെ തന്നെയാണ് പഠിക്കുന്നത് ബേസിക്കലി. അപ്പൊ എക്സാംസ് എഴുതുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക, അങ്ങനെയൊക്കെ തന്നെ. യെസ്, അപ്പോൾ നിരവധി വിദ്യാർത്ഥികളാണ് വിഷ്ണു ഈ ഒരു സമയത്തോടനുബന്ധിച്ച് ബ്രില്യൻറ്റിലേക്ക് കടന്നു വരുന്നത്. ഇവരുടെയൊക്കെ മുഖം കണ്ടറിയാം, ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ് ഇവിടെ നിൽക്കുന്നത്. അഭിമാനമുണ്ട് അല്ലേ? എന്ത് തോന്നുന്നു ശരിക്കും ഈ ഒരു നിമിഷം? നല്ല സന്തോഷമുണ്ട്, നല്ല അഭിമാനമുണ്ട് ഈ ബ്രില്യൻ ഫാമിലീൻ്റെ ഒരു അംഗം പറ്റിയതിൽ. പിന്നെ ഈ റിസൾട്ടിനോട് ഞാൻ ബ്രില്യനോട് എന്തായാലും ഞാൻ നന്ദി പറയുന്നു. ഇവിടുത്തെ ടീച്ചേഴ്സിനോടും ഫാക്കൽറ്റിനോടും എല്ലാവരോടും നന്ദി പറയുന്നു. അപ്പോൾ ഭയങ്കര സന്തോഷത്തോടു കൂടിയിട്ടാണ്, അഭിമാനത്തോടു കൂടിയിട്ടാണ് ബ്രില്യൻറ്റിലേക്ക് വന്നതെന്ന് പറഞ്ഞു. പേരൻസിനെയൊക്കെ വിളിച്ചു, അവരുടെയൊക്കെ സന്തോഷം അവർക്ക് എന്ത് പറഞ്ഞു? അവരൊക്കെ കൺഗ്രാറ്റ്സ് പറഞ്ഞു. അവർക്കൊക്കെ നല്ല സന്തോഷമായിട്ടുണ്ട് ഈ പെർസെൻറ്റേജിൽ കിട്ടിയതിൽ. നാട് എവിടെയാണ്? കണ്ണൂർ. അപ്പോൾ ഒത്തിരി സന്തോഷത്തോടു കൂടിയിട്ടാണ് ക്യാമ്പസിലേക്ക് വന്നിരിക്കുന്നത്. നിങ്ങളൊരു വലിയ ഗ്യാങ്, ഒരുപാട് വിദ്യാർത്ഥികൾ ഇതിനോടൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ് ക്യാമ്പസിലേക്ക്. അപ്പോൾ നിങ്ങൾ ഭയങ്കര സന്തോഷത്തോടു കൂടി ബ്രില്യനിലേക്ക് ഓടിയെത്തുന്നു. ആൻഡ് ബ്രില്യൻ ഫാമിലിയോട് നമുക്ക് കിട്ടിയ സ്കോറും റിസൾട്ടും ഒക്കെ പറയുന്നു. ആൻഡ് ബ്രില്യൻ്റെ ഒരു വലിയ നേട്ടത്തിൻ്റെ ഭാഗമാണ് ഞങ്ങളെന്നും ഏറെ അഭിമാനത്തോടെ പറയാണ്. എന്താണ് ബ്രില്യൻ ഫാമിലിയോട് നിങ്ങൾക്ക് ഇപ്പോൾ പറയാനുള്ളത്? എനിക്കിപ്പോൾ ബ്രില്യൻ ഫാമിലിയോട് നല്ല നന്ദിയുണ്ട്. ഇവിടെ പഠിച്ചപ്പോൾ ടീച്ചേഴ്സ് എല്ലാവരും അടിപൊളിയായിരുന്നു. എന്നിട്ട് കോർഡിനേറ്റേഴ്സ് ബിനിൽ സാറ്, ബിനോയ് സാറ്, നമുക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും അപ്പം തന്നെ പോയി ചോദിച്ചാൽ അപ്പം തന്നെ അവർ ക്ലിയർ ചെയ്ത് തരും. അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് എത്ര സമയമാണെങ്കിലും ഇരുന്ന് സംസാരിക്കും. എന്നിട്ട് ടീച്ചർമാരാണെങ്കിൽ ഡൗട്ട് ക്ലിയറൻസിന് എപ്പോഴും ഉണ്ട്. ഇപ്പോൾ റെഫറൻസ് നല്ലൊരു ഇതാണ്. രാവിലെ തൊട്ട് വൈകിട്ട് വരെ ഇരുന്ന് അവിടെ ക്യാമ്പസ് തന്നെ ഇരുന്ന് പഠിക്കുന്നത്. അവിടെ ടീച്ചർമാർ എപ്പോഴും ഡൗട്ട് ക്ലിയറൻസ് ഉണ്ട്. അപ്പോൾ ഡൗട്ട് അപ്പോൾ കിട്ടി അപ്പം തന്നെ അപ്പുറത്തെ റൂമിൽ അല്ലെങ്കിൽ ആ റൂമിൽ തന്നെ ടീച്ചർമാരുണ്ട്. അപ്പോൾ അങ്ങനെ പോയി ഡൗട്ട് ക്ലിയർ ചെയ്യാം. അത് നല്ലൊരു ഫെസിലിറ്റിയാണ്. അപ്പോൾ ടീച്ചർമാരും അതൊക്കെ തന്നെ. അപ്പോൾ ഒരു കൂട്ടായ്മയുടെ വിജയമാണ് ഈ ഒരു വലിയ സക്സസിലേക്ക് നിങ്ങളെ എത്തിച്ചത് അല്ലേ? ഇപ്പോൾ പേരൻസിനോടൊക്കെ എന്താണ് ഈ ഒരു നിമിഷം പറയുന്നത്? പേരൻസിനോട് നല്ല നന്ദിയുണ്ട്. ഇത്രയും നാൾ എന്നെ സപ്പോർട്ട് ചെയ്തു. റിപ്പീറ്റിന് ആദ്യം വരണമെന്ന് പറഞ്ഞപ്പോൾ കുറച്ച് സ്കെപ്റ്റിക്കലായിരുന്നു. പിന്നെ അവർ നല്ലപോലെ തന്നെ സപ്പോർട്ട് ചെയ്തു തന്നെ.
ആ ഒരു തീരുമാനം, മോനെടുത്ത ആ ഒരു തീരുമാനം വളരെ വലുതായിരുന്നു എന്നൊരു തിരിച്ചറിവ് അല്ലെ? ആ ഒരു സന്തോഷം ഇപ്പൊ അവർക്കുണ്ട് അല്ലെ? അവർ പറഞ്ഞു, എന്താ പറഞ്ഞേ? അവര് നല്ല സന്തോഷം ഉണ്ടെന്ന് പറഞ്ഞു, കൺഗ്രാജുലേറ്റ് ചെയ്ത് കുറെ റിലേറ്റീവ്സ് മെസ്സേജ് അയച്ചു, കൺഗ്രാജുലേറ്റ് ചെയ്ത് പറഞ്ഞു. അഭിമാന നിമിഷമാണ്. ഇവിടെ നിൽക്കുന്ന ഓരോ വിദ്യാർത്ഥിക്കും ദാ ഇപ്പോൾ അഭിമാനത്തിന്റെ നിമിഷങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കാരണം അല്ലേ വിഷ്ണു? തീർച്ചയായിട്ടും. അപ്പൊ നമ്മുടെ മറ്റു കുട്ടികളോട് കൂടെ നമുക്ക് ചോദിച്ചാൽ അവരുടെ സന്തോഷം. അഭിമാന നിമിഷം പങ്കുവെക്കുന്ന അടുത്ത വിദ്യാർത്ഥിയിലേക്ക് നമുക്ക് നേരിട്ട് വരാം. മോന്റെ പേര്? അരവിന്ദ്. എവിടെയാ സ്ഥലം? ഞാൻ പാലക്കാട്. പാലക്കാടാണ്. അപ്പോ റിസൾട്ട് അറിഞ്ഞു, വീട്ടിലേക്ക് വിളിച്ചു പറഞ്ഞോ? പറഞ്ഞു. എന്ത് പറഞ്ഞു? അവര് സന്തോഷം എന്ന് പറഞ്ഞു. പേഴ്സൻറ്റേജ് അത്യാവശ്യം ഉണ്ടായിരുന്നതുകൊണ്ട് നല്ല റാങ്ക് കിട്ടുന്ന ഒരു ഇതുണ്ടായിരുന്നു. സെഷൻ 1 ആയിരുന്നോ 2 ആയിരുന്നോ ഈസി? എനിക്ക് 1 തന്നെ കുറച്ചും കൂടി ഈസി ആയിട്ട് തോന്നിയതല്ലേ? അപ്പൊ അരവിന്ദിന്റെ സ്കൂളിംഗ് ഒക്കെ എവിടെയായിരുന്നു? പ്രൈമറി സ്കൂളിംഗ് ഒക്കെ ആദ്യം തൊട്ട് തന്നെ വീടിന്റെ അടുത്തുള്ള സ്കൂളിലൊക്കെ അവിടെയൊക്കെ തന്നെ ആയിട്ടായിരുന്നു സ്കൂളിംഗ്. +2 അതെ അവിടെ തന്നെ ഒരു സ്കൂളിലായിരുന്നു. അപ്പൊ ഈ ചെറുപ്പം മുതലേ പഠിച്ചു വരുന്ന ഒരു സമയത്ത് ഇങ്ങനെ ഒരു എഞ്ചിനീയറിംഗ് മോഹം മനസ്സിലേക്ക് തന്നെത്താൻ കടന്നു വന്നതാണോ, അതോ ആരെങ്കിലും ഇൻസ്പയർ ചെയ്തതാണോ, എന്തെങ്കിലും ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ? അങ്ങനെ കാര്യമായിട്ടൊരു ഇൻഫ്ലുവൻസ് പറയാനില്ലെങ്കിലും പണ്ട് ഒരു 10th ടൈമൊക്കെ ആയപ്പോഴേക്കും തന്നെ ടെക്നോളജി ഒക്കെ ആയിട്ട് അത്യാവശ്യം താല്പര്യം ഉണ്ടായിരുന്നു. അങ്ങനെയാണ് പിന്നെ ഈ എഞ്ചിനീയറിംഗ് മോഹത്തിലേക്ക് കുറച്ചും കൂടെ ഡീപ്പായിട്ട് എത്തിയത്. ഇപ്പൊ അതിൽ തന്നെ തുടരണം എന്നുള്ള ഒരു ആഗ്രഹത്തിൽ ഇങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. തീർച്ചയായിട്ടും. അപ്പോൾ JEE നല്ലൊരു വിജയം കിട്ടി, അഡ്വാൻസിന് വേണ്ടി നിങ്ങൾ തയ്യാറെടുത്തോണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു ഫേവറേറ്റ് IIT കാണുമല്ലോ മനസ്സിൽ, ഏതാണ്? IIT ഡൽഹിയാണ് കുറച്ചും കൂടെ താല്പര്യം. എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് കാരണമുണ്ടോ? IIT ഡൽഹി മൊത്തത്തിൽ ക്യാമ്പസും അവിടുത്തെ കരിക്കുലം എല്ലാം അത്യാവശ്യം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ കോഴ്സ് മനസ്സിൽ എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? എനിക്ക് ഏതെങ്കിലും ഒരു സർക്യൂട്ടൽ ബ്രാഞ്ചിന് പോകണം എന്നാണ് ആഗ്രഹം, ഇലക്ട്രിക്കൽ ഏതെങ്കിലും. ഓക്കെ. അപ്പോൾ അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു തയ്യാറെടുപ്പ് എങ്ങനെയാണ് നിങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോകുന്നതെന്ന് ഷോർട്ടായിട്ട് നമുക്ക് പറയാമോ? അഡ്വാൻസിന് ഇപ്പോൾ കൂടുതൽ റിവിഷൻ ബേസ്ഡ് ആയിട്ടാണ് ചെയ്യുന്നത്. നമ്മുടെ ഫസ്റ്റ് ഒരു റൗണ്ട് എല്ലാം ഏകദേശം പഠിച്ചു കഴിഞ്ഞ് പിന്നെ ഇപ്പോൾ മെയിൻസ് കഴിഞ്ഞിട്ട് കുറച്ചും കൂടെ അഡ്വാൻസ് ഇതായിട്ട് നമുക്ക് ഫസ്റ്റ് സെഷൻ തന്നെ അത്യാവശ്യം കിട്ടിയതുകൊണ്ട് അന്ന് തൊട്ട് തന്നെ അഡ്വാൻസ് നന്നായിട്ട് പഠിക്കാൻ പറ്റിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ റിവിഷൻ നന്നായിട്ട് മുന്നോട്ട് പോകുന്നുണ്ട്, പിന്നെ എക്സാംസ് എല്ലാം എഴുതുന്നുണ്ട്, കുഴപ്പമില്ലാതെ പോകുന്നുണ്ടല്ലേ? അപ്പോൾ നമുക്ക് ജോർജ് അടുത്ത ആളിലേക്ക് പോവാം. മോൻ്റെ പേര്? എൻ്റെ ഒരു അക്കുമൽ. എവിടെ സ്ഥലം? കണ്ണൂർ. കണ്ണൂരാണല്ലേ? അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് വന്ന വിവരം വീട്ടിൽ വിളിച്ചറിയിച്ചോ? വീട്ടിൽ വിളിച്ചറിയിച്ചു. ഓക്കെ. ആരാണ് ഫോൺ എടുത്തത്? ഉപ്പയാണ് എടുത്തത്. ഓക്കെ. എന്ത് പറഞ്ഞു? അവർ നല്ല സന്തോഷം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ എന്ത് പറയുമ്പോൾ പരമാവധി കുറച്ച് പറയും. അപ്പോൾ അവർ ഇത്തരം പ്രതീക്ഷയിലായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു സന്തോഷം ഉണ്ടായിരുന്നു. അതായത് എക്സാം നല്ല ഈസി ആണെങ്കിൽ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നുള്ള രീതിയിലായിരിക്കും വീട്ടിൽ അവതരിപ്പിക്കുന്നത്. അതെ. അപ്പോൾ റിസൾട്ട് വന്നു കഴിയുമ്പോൾ അവർക്കും ഭയങ്കര സന്തോഷമാവും. അതെ. അപ്പോൾ അതൊരു സേഫ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. അതെ, സേഫായിട്ട് പോകാൻ തന്നെയാണ് ഉദ്ദേശം ഉണ്ടായിരുന്നത്. വീട്ടിൽ ആരൊക്കെയുണ്ട്? വീട്ടിൽ നാട്ടിലിപ്പോൾ അവരില്ല, അവർ സൗദിയിലാണ്. ഉപ്പയും ഉമ്മയും 2 അനിയന്മാരാണ് ഉള്ളത്. ഓക്കെ. അവരെന്താ ചെയ്യുന്നത് അനിയന്മാർ? ഒരാൾ +1 പിന്നെ ഒരാൾ 8th. ഓക്കെ. അപ്പോൾ മോനെ സംബന്ധിച്ച് ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്കുള്ള ഒരു ആഗ്രഹം എങ്ങനെയായിരുന്നു? ആരെങ്കിലും ഒരു ഇൻഫ്ലുവൻസ് ഉണ്ടായിട്ടുണ്ടോ? എനിക്കങ്ങനെ പ്രത്യേകം പാഷൻ അങ്ങനെയൊന്നും പറയാനില്ലായിരുന്നു. ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ ബയോമാക്സ് ആയിരുന്നു എടുത്തിരുന്നത്. അപ്പോൾ ഞാൻ +1 +2 നീറ്റായിരുന്നു നോക്കിയിട്ടുണ്ടായിരുന്നത്. പിന്നൊരു +2 പകുതി ആയപ്പോൾ മനസ്സിലായി നീറ്റ് അങ്ങനെ അത്ര സുഖകരമല്ല എന്ന് മനസ്സിലായി. ബയോളജിയോട് എന്തെങ്കിലും പ്രത്യേകിച്ച് ഇഷ്ടമില്ലായ്മ ഉണ്ടായിരുന്നു? അതെ, ബയോളജി ശരിക്കും കുറച്ച് പണിയാണ്, നമ്മളതിന് അധ്വാനിക്കണം. അപ്പം അതുകൊണ്ട് തന്നെ എനിക്ക് പറ്റില്ല എന്ന് മനസ്സിലായപ്പം മെല്ലെ ബയോളജിയാണ്. ഇപ്പോൾ നീറ്റാണെങ്കിൽ നമ്മൾ അക്യുറസി അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടല്ലോ. ഇപ്പോൾ JEE ആണെങ്കിൽ ഇപ്പോൾ 300-ൽ 150 ഉണ്ടെങ്കിലും അത് അത്രയും നല്ല മാർക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ അതിനായിട്ട് അങ്ങനെ തുടങ്ങി വെച്ചതാണ്. അങ്ങനെയാണ് ജയിക്കിറങ്ങിയത്. അപ്പോൾ അതുപോലെ തന്നെ മാത്സിനോട് അത്യാവശ്യം അഭിരുചി ഉണ്ടാവണം എന്നുണ്ടല്ലോ. അപ്പോൾ എങ്ങനെയായിരുന്നു മാത്സിനോടുള്ളൊരു താല്പര്യം പറയാമോ? മാത്സ് ഇപ്പോൾ ബയോമാക്സ് ആയതുകൊണ്ട് ഒരു പുതുമയായിട്ടില്ലായിരുന്നു. പക്ഷേ ഇത്ര ഡീപ്പായിട്ട് ഞാനിപ്പം +2 പകുതിയൊക്കെ ആയപ്പോഴാണ് പോയി തുടങ്ങിയിരുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു ഇതുണ്ടായിരുന്നു, ഗുണമുണ്ടായിരുന്നു. എന്നാലും കാരണം പിന്നീട് മാത്സ് അറിയില്ല എന്നുള്ളൊരു ബോധത്തിൽ കുറേ അതിനുവേണ്ടി സമയം കളഞ്ഞിരുന്നു. അപ്പം അത് ഗുണപ്പെടുകയും ചെയ്തു ഇന്ത്യൻ്റെ. അപ്പോൾ മോന് ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു IIT ലക്ഷ്യം മനസ്സിലുണ്ടോ? അതെ, ഉണ്ട്. IIT ഡൽഹിയാണ്. ഡൽഹി തന്നെയാണല്ലേ? കോഴ്സ് തീരുമാനിച്ചിട്ടുണ്ടോ? കോഴ്സ് എനിക്ക് ഇൻട്രസ്റ്റ് മാത്തമാറ്റിക്സ് ആൻഡ് കമ്പ്യൂട്ടിംഗ് ആണ്. പിന്നെ പ്രത്യേകം വേറൊന്നുമില്ല. അപ്പോൾ ആഗ്രഹിച്ച കോഴ്സ് തന്നെ കിട്ടട്ടെ. ഓൾ ദി ബെസ്റ്റ്. താങ്ക് യു സാർ. ഏറെ അഭിമാനത്തോടുകൂടി സന്തോഷത്തോടു കൂടിയിട്ടാണ് ബ്രില്യൻറ്റിലേക്ക് വിദ്യാർത്ഥികളെല്ലാം എത്തിച്ചേരുന്നത്. ഇവരുടെ ഓരോരുത്തരുടെയും മുഖത്ത് നമുക്ക് വായിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. മോൻ്റെ പേര്? സ്ഥലം? ക്രിസ്റ്റീൻ. ഞാൻ ബാംഗ്ലൂരാണ്. യെസ്, ബാംഗ്ലൂരിൽ നിന്നാണ്. ക്രിസ്റ്റീൻ എന്നാണ് ആളുടെ പേര്. ഞാനിപ്പോഴും ഓർക്കുന്നു, JEE എക്സാം കഴിഞ്ഞ് നിങ്ങൾ എക്സാം ഹാളിൽ നിന്ന് ഇറങ്ങി വരുന്നൊരു രംഗമുണ്ട്. ആ ഒരു സമയത്ത് കുറേ കുട്ടികളുടെ അടുത്തേക്ക് ഞങ്ങൾ ചെല്ലുകയാണ്. അതായത് ബ്രില്യനിലല്ലാത്ത കുട്ടികളുടെ അടുത്തേക്ക് നമ്മൾ എക്സാം എങ്ങനെ ഉണ്ടായിരുന്നു ചോദിക്കുമ്പോൾ ആരും നമ്മൾ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യുന്നില്ല. ബട്ട് ആ ഒരു സമയത്ത് സാർ ഞാൻ നന്നായിട്ട് എക്സാം എഴുതി, ഞാനൊരു ബ്രില്യനിലെ സ്റ്റുഡൻ്റ് ആണ്, എനിക്ക് ഈ എക്സാം ഭയങ്കര എളുപ്പമായിരുന്നു എന്ന് പറഞ്ഞ് എൻ്റെ അടുത്ത് വന്ന് റിവ്യൂ തന്ന ഒരാളുണ്ട്. ആളാണ് ക്രിസ്റ്റി. ഫൈനലി ആൾ പറഞ്ഞതുപോലെ തന്നെ ആൾക്ക് നല്ല സ്കോർ കരസ്ഥമാക്കാൻ സാധിച്ചു, അല്ലെങ്കിൽ നന്നായിട്ട് അന്ന് എക്സാമിന് പെർഫോം ചെയ്യാൻ സാധിച്ചു എന്നുള്ളതിൻ്റെ തെളിവാണ് ഏറ്റവും നല്ല
ടോപ്പർമാരോടൊപ്പം തന്നെ, എണ്ണം പറഞ്ഞ ബ്രില്യൻറ്റിലെ ടോപ്പർമാരോടൊപ്പം തന്നെ, അതായത് കേരളത്തിലെ നമ്പർ 1 സ്റ്റുഡൻസിനോടൊപ്പം തന്നെ ഇതാ ക്രിസ്റ്റി എന്ന് വന്നു നിൽക്കുകയാണ്. എന്ത് തോന്നുന്നു ഈ ഒരു മൊമെന്റ്? സന്തോഷമാണ്, പ്രൗഡ് ഫീലിംഗ്. പ്രൗഡ് ഫീലിംഗ് ആണ്. പേരൻസിനോടൊക്കെ വിളിച്ചോ? പേരൻസ് ഒക്കെ എന്ത് പറഞ്ഞു? അവർക്ക് ഭയങ്കര ഹാപ്പിനെസ് ആണ്. എന്താണ് ആ ഒരു സന്തോഷത്തെ കുറിച്ചൊക്കെ? ആൻഡ് ഇത് ആരുടെ ഒരു തീരുമാനമായിരുന്നു റിപ്പീറ്റ് ചെയ്യണം, ഈ ഒരു ലക്ഷ്യത്തിലേക്ക് എത്തണം എന്നൊക്കെ ഉള്ളത്? ആരാണ് മോൻ ഇൻസ്പയർ ചെയ്തത്? എൻ്റെ ഒരു ഡിസിഷൻ തന്നെയാണോ. പേരൻസ് ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. അത് നിന്റെ ഡിസിഷൻ എന്താണോ അത് നടക്കട്ടെ, അതിനൊപ്പം ഞങ്ങളുണ്ട് എന്നായിരുന്നു അവർ പറഞ്ഞിരുന്നത് അല്ലേ? യെസ്, തീർച്ചയായിട്ടും ഡ്രീം ചെയ്യുന്ന IIT മദ്രാസ്. ആൻഡ് എന്തിലാണ് സ്പെഷ്യലൈസ് ചെയ്യാനൊക്കെ ആഗ്രഹിക്കുന്നത്? അങ്ങനത്തെ ഡിസിഷൻ ഉണ്ടാക്കില്ല ഇതുവരെ, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തിയിട്ടില്ല അല്ലേ? ഓക്കെ, ഫൈൻ. എന്നാലും ഇനി സമയമുണ്ട്. അഡ്വാൻസിന് വേണ്ടിയിട്ട് നല്ല ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആ ഒരു പ്രിപ്പറേഷനെ കുറിച്ചൊക്കെ ഒന്ന് പറയാം. എങ്ങനെയാണ് പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ഇനി ബ്രില്യൻ്റ് മോക്ക് ടെസ്റ്റ് കൊടുത്ത് മിസ്റ്റേക്സ് ഒക്കെ അനലൈസ് ചെയ്തിട്ട് പിന്നെ പുതിയ സാധനങ്ങൾ പഠിക്കാൻ ഉണ്ട് മോക്ക് ടെസ്റ്റിന്. അത്രേ ഉള്ളൂ. അഡ്വാൻസിനും നല്ലൊരു സ്കോർ കരസ്ഥമാക്കും എന്നുള്ളൊരു ആത്മവിശ്വാസം ഉണ്ട്. കോൺഫിഡന്റ് ഉണ്ട്. ഉണ്ട്. കോൺഫിഡന്റ് ആണ്. യെസ്, ഓക്കെ. അപ്പൊ ഭയങ്കര കോൺഫിഡന്റ് ആയിട്ടാണ് നമ്മുടെ വിദ്യാർത്ഥി നമ്മളോട് പങ്കുവെച്ചത്. ഞാൻ ഇവരെല്ലാവരും ഭയങ്കര കോൺഫിഡൻസോടാണ് ഇവിടെ നിൽക്കുന്നത്. മോന്റെ പേര്, സ്ഥലം ഒക്കെ പറഞ്ഞു? എൻ്റെ പേര് അനിതാത്നാം എന്നാണ്. ഞാൻ ആലപ്പുഴ. അപ്പോൾ ഈ ഒരു സന്തോഷം, ഭയങ്കര സന്തോഷത്തോടാണ് വലിയ ടോപ്പർമാരോടൊപ്പം, അല്ലെ ടോപ്പർമാരിൽ ഒരാളായിട്ട് ഇവിടെ നിൽക്കുകയാണ്. ഈ ഒരു മൊമെന്റ് മോനെ എങ്ങനെ നോക്കിയാണ്? എനിക്ക് സന്തോഷമുണ്ട്. പിന്നെ ബ്രില്യൻ ഫാമിലിയുടെ ടീച്ചേഴ്സും ഫ്രണ്ട്സിനോടും എല്ലാം സപ്പോർട്ട് ചെയ്യുന്നതിനും പേരൻസിനോടും എല്ലാവരും താങ്ക്സ് പറയുന്നുണ്ട്. ഓക്കെ. ആൻഡ് മോന്റെ പേര്, സ്ഥലം, സ്കോർ? എൻ്റെ പേര് അഹ്സാൻ. ഞാൻ കാലിക്കറ്റിൽ നിന്നാണ് വരുന്നത്. എൻ്റെ സ്കോർ 99.81 ആണ്. ഓക്കെ. എന്ത് തോന്നി ഈ ഒരു നിമിഷം? ഒത്തിരി സന്തോഷം കൂട്ടിയിട്ട് ഇതാ ഈ ഒരു വൈകിയ വേളയിലും ബ്രില്യൻ ഫാമിലിയുടെ ഭാഗമായിരിക്കുകയാണ്. ആൻഡ് നിങ്ങളെക്കാൾ ഒരുപാട് സന്തോഷമുണ്ട് ഞങ്ങൾക്ക്. കാരണം നിങ്ങളുടെ ഒരു ഭാഗമാകാൻ, നിങ്ങളുടെ വിജയത്തിന്റെ ഒരു ഭാഗമാകാൻ ബ്രില്യൻ സ്റ്റഡി സെന്ററിനും സാധിച്ചു. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ ബ്രില്യൻറ്റിനോട് ഇപ്പോൾ എന്താണ് മോന് പറയാനുള്ളത്? ഞാൻ ഒരു കൊല്ലം മുമ്പ് എനിക്ക് ഇവിടെ വരുമ്പോൾ ഇത്ര ലഭിക്കാൻ കഴിയുമെന്നുള്ളൊരു ഇച്ഛയെങ്കിലേനു. ഇവിടെ വന്നിട്ട് ടീച്ചർമാരുടെ സഹായത്തിലൂടെയാണ് ഞാൻ എന്തായാലും ഇവിടെ എത്തിയത്. തീർച്ചയായിട്ടും. അതായത് ഇങ്ങോട്ട് എത്തുന്നത് കുറച്ച് കൺഫ്യൂഷനോട് കൂടിയിട്ടാണ്. ഇത്തവണത്തെ JMENസിൽ എനിക്ക് നല്ലൊരു സ്കോർ ലഭിക്കുമോ എന്നൊക്കെയുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ട്. ആൻഡ് പേരൻസ് ഒക്കെ അത് ആഗ്രഹിച്ചെങ്കിലും അവർക്ക് ആ ഒരു വലിയ നേട്ടം നേടിക്കൊടുക്കാൻ സാധിക്കുമോ എന്നൊക്കെ ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. ആൻഡ് ഫൈനലി അവരുടെ ആഗ്രഹവും മോൻ്റെ ആഗ്രഹവും എല്ലാം ഒരേപോലെ സാധ്യമായിരിക്കുകയാണ്. ഈ ഒരു നിമിഷം പേരൻസിനോട് എന്താ പറയാനുള്ളത്? ക്യാമറ പേരൻസിനോട് നല്ല നന്ദി പറയാണ്ട്. അവരില്ലെങ്കിൽ ഞാൻ ഇവിടെ എന്തായാലും തീർച്ചയായും എത്തൂല. അവരെ വിളിച്ചോ? പരീക്ഷ റിസൾട്ട് അറിഞ്ഞ പാടെ തന്നെ അവരെ വിളിക്കുക ചെയ്തത്. ഓക്കെ. അപ്പോൾ ഒരു ഡ്രീം IIT ഒക്കെ ഉണ്ടാവില്ല? അതൊക്കെ IIT മദ്രാസ് തന്നെ. മദ്രാസ്. ഓക്കെ. അതിലെന്താണ് സ്പെഷ്യലൈസ് ചെയ്യാനൊക്കെ? തീർച്ചയായും ഒരു വിദ്യാർത്ഥിയുടെ കമ്പ്യൂട്ടർ സയൻസ് ആയിരിക്കുമല്ലേ? ഓക്കെ. അപ്പോൾ അത് തന്നെയാണല്ലേ? ആ ഒരു തീരുമാനവുമായിട്ട് മുന്നോട്ട് പോകുന്നു. ഇൻസ്പയർ ചെയ്ത ആരെങ്കിലും ഉണ്ടോ ഈ ഒരു മേഖലയിലേക്ക്? എൻ്റെ വലിയപ്പോൾ ഒരു എഞ്ചിനീയർ ആയിരുന്നു. അത് എന്നെ നല്ലോണം ഇൻഫ്ലുവൻസ് ചെയ്തിരിക്കണം. ആൻഡ് ഫൈനലി ആ ഒരു വലിയ വിജയത്തിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി അഡ്വാൻസ്ഡും നല്ലൊരു പെർഫോമൻസ് കാഴ്ചവെക്കില്ലേ? തീർച്ചയായും. യെസ്, അതിനു വേണ്ടിയിട്ട് ഹാർഡ് വർക്ക് ചെയ്യാണ്. അപ്പോൾ അതിനു വേണ്ടിയിട്ട് പഠനത്തെയൊക്കെ ക്രമീകരിച്ചിരിക്കുന്ന ഒരു രീതി, അല്ലെങ്കിൽ ആ ഒരു സമയത്തിലൂടെ കടന്നു പോകാൻ വേണ്ടിയിട്ട് ബ്രില്യൻ ഫാമിലി നിങ്ങളുടെ കൂടെ ഒപ്പം ഉണ്ടെന്നൊക്കെ ഒരു തോന്നലല്ലേ? അതിനെക്കുറിച്ച് എന്താ പറയുക? അതിപ്പോൾ പറയുകയാണെങ്കിൽ കോർഡിനേറ്റേഴ്സ് ആയാലും ടീച്ചേഴ്സ് ആയാലും ഡയറക്ടേഴ്സ് ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. പിന്നെ നമ്മളിപ്പം എക്സാംസ് ചെയ്യാണ്, റിവൈസ് ചെയ്യാണ്. ഇനി 30 ദിവസത്തിന് ഇങ്ങനെ ബിൽഡ് ചെയ്ത് വരാണ്. അപ്പോൾ കോൺഫിഡൻ്റ് ആണ് അല്ലേ? യെസ്. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവിധ ആശംസകളും നേരുന്നു. അപ്പോൾ ജോർജ്, സമയം 2 മണിയായി. ഒരുപാട് ദീർഘിപ്പിച്ച് നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ 2 മിടുക്കന്മാരായിട്ടുള്ള വിദ്യാർത്ഥികൾ കൂടിയുണ്ട്. അപ്പോൾ അവരോട് നമുക്ക് ചോദിക്കാം. മോൻ്റെ പേര്? ഗസാൻ. എവിടെ സ്ഥലം? കോഴിക്കോട്. റിസൾട്ട് വന്ന വിവരം വീട്ടിലേക്ക് വിളിച്ച് പറഞ്ഞായിരിക്കുമല്ലോ ആദ്യം? പറഞ്ഞു. ആരോടാ പറഞ്ഞേ? ഞാൻ ഉമ്മാനോട് പറഞ്ഞു. എന്ത് പറഞ്ഞു? ഉമ്മ ഹാപ്പിയാണ്. ഓക്കെ. മോൻ ആരൊക്കെയാണ് സിബ്ലിങ്സ് ഉള്ളത്? എനിക്ക് 2 പേര്. അവരെന്തൊക്കെ ചെയ്യുന്നു? ഒരാളിപ്പോൾ 10, ഒരാൾ ഇനി +1 ഒരാൾ ഇനി 4. ഓക്കെ. അപ്പോൾ എന്താ മോന് പെട്ടെന്ന് തോന്നുന്നത് ഈ ഒരു JMEനിൽ ഇത്രയും നല്ലൊരു റാങ്ക് കിട്ടി, ഇത്രയും നല്ലൊരു വിജയം സൃഷ്ടിക്കാൻ സാധിച്ചപ്പോൾ? ഹാപ്പിയാണ്. അപ്പോൾ ഈ എഞ്ചിനീയറിംഗ് ഫീൽഡിലേക്ക് വരിക എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഉണ്ടല്ലോ. അപ്പോൾ ചില കുട്ടികൾക്ക് മെഡിക്കലിലോട്ടും എഞ്ചിനീയറിംഗ് അങ്ങനെ ഒരു കൺഫ്യൂഷൻ കാര്യങ്ങളൊക്കെ ഉണ്ടാവും അവരുടെ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ. മോൻ അങ്ങനെ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നോ? എനിക്ക് ഇപ്പോഴും എഞ്ചിനീയറിംഗിലല്ല അത്ര താല്പര്യം. എനിക്കിപ്പോൾ ഫിസിക്സ് എടുക്കാനാണ് കുറച്ചുകൂടി താല്പര്യം. BS ഫിസിക്സ് IITസിലോ IICയിലൊക്കെ കിട്ടുകയാണെങ്കിൽ അതിലാണ് കൂടുതൽ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് റിസർച്ച് ചെയ്ത് പഠിക്കാനൊക്കെയാണോ മോൻ ആഗ്രഹം? അങ്ങനത്തെ ഒരു ചെറിയ പാഷൻ ഉണ്ട്. ഓക്കെ. അതിനെന്തെങ്കിലും ഒരു പ്രത്യേക റീസണോ കാര്യങ്ങളുണ്ടോ? ചെറുപ്പം മുതലേ അങ്ങനെ സയൻസിനോട് ഒരു പ്രത്യേക സ്നേഹമോ കാര്യങ്ങളോ ഉണ്ടായിരുന്നോ? സയൻസ് ഇഷ്ടമാണ് പണ്ട് മുതലേ. മോൻ്റെ പേരെന്താ? അഭിനവ് ഘോഷ്. എവിടെ സ്ഥലം? മലപ്പുറം. ഓക്കെ. അപ്പോൾ റിസൾട്ട് വന്ന വിവരം വീട്ടിലോട്ട് വിളിച്ച് പറഞ്ഞല്ലോ? വീട്ടിൽ വിളിച്ചു പറഞ്ഞു. എന്ത് പറഞ്ഞു? അവരുടെ ഫസ്റ്റ് അത് കേട്ടപ്പോൾ ഉള്ള ഒരു റിയാക്ഷൻ എന്തായിരുന്നു? സന്തോഷം തന്നെ വീട്ടുകാർക്ക് എല്ലാവർക്കും. പിന്നെ നേരത്തെ പറഞ്ഞിരുന്നോ നല്ലൊരു റാങ്ക് എക്സ്പെക്ട് ചെയ്യാൻ സാധിക്കും റിസൾട്ട് വന്നു കഴിയുമ്പോൾ? എനിക്ക് ഫസ്റ്റ് സെഷനേക്കാളും മാർക്ക് കൂടുതലുണ്ടായിരുന്നു. അപ്പോൾ ഇത്തിരി കൂടുന്ന് ഞാൻ പറഞ്ഞിരുന്നു.
കഴിഞ്ഞ പെർസെൻറ്റേജിനേക്കാളും കുറച്ച് കൂടുന്നു പറഞ്ഞിരുന്നു. ഇപ്പോൾ എക്സ്പെക്ട് ചെയ്ത് നിൽക്കുകയായിരുന്നു. എവിടെയാണ് മോൻ്റെ സ്കൂളിംഗ് ഒക്കെ നടന്നത്? ഞാൻ മലപ്പുറത്ത് എടപ്പാൾ എന്ന് പറയും. അവിടെ നാട്ടിൽ സ്കൂളിൽ തന്നെ പഠിച്ചിരുന്നു. ഓക്കെ. അപ്പോൾ +2 കഴിഞ്ഞ് ഒരു വർഷം റിപ്പീറ്റ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനം എടുത്തിട്ടുണ്ടല്ലോ. അപ്പോൾ ആ ഒരു തീരുമാനത്തിൽ ആ ഒരു പേരൻസിൻ്റെ സപ്പോർട്ടൊക്കെ എന്ന് പറയാം? പാരൻസിൻ്റെ സപ്പോർട്ട്, ഞാൻ കഴിഞ്ഞ വർഷം അഡ്വാൻസ് കഴിഞ്ഞപ്പോൾ മാത്സ് ക്വാളിഫൈ ആയിരുന്നില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും ഇനി റിപ്പീറ്റ് ചെയ്യാൻ പറഞ്ഞപ്പോൾ പാരൻസ് സപ്പോർട്ട് ചെയ്തു, ചെയ്യണമെങ്കിൽ ചെയ്തു പറഞ്ഞു. അങ്ങനെ പോകുന്നു. ഫേവറേറ്റ് സബ്ജക്റ്റ് ഏതാ? ഫിസിക്സ് ആണ്. എന്തെങ്കിലും ഒരു പ്രത്യേകിച്ച് റീസൺ ഉണ്ടോ? റീസൺ ഉണ്ടോ ചോദിച്ചു കഴിഞ്ഞാൽ ഫിസിക്സിലത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പറഞ്ഞാൽ കുറച്ച് ഇമാജിൻ ചെയ്തിട്ട് ആ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് കുറച്ചും കൂടി കിട്ടുന്നുണ്ട്. അതുകൊണ്ട് ഫിസിക്സ് കുറച്ചും കൂടി താല്പര്യമായി. കെമിസ്ട്രി കുറേ കാണാപ്പാടം പഠിക്കുന്ന ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് ആയിരുന്നു. അപ്പോൾ കെമിസ്ട്രി അത്ര താല്പര്യമില്ല. മാത്സ് അത്യാവശ്യം കാൽക്കുലേറ്റീവ് അല്ലേ, ഫിസിക്സ് ആണ് കുറച്ചും കൂടി താല്പര്യം അല്ലേ? അപ്പോൾ മോൻ ഈ പറഞ്ഞ പോലെ ജെ അഡ്വാൻസിന് വേണ്ടിയിട്ടുള്ള ഒരു പ്രിപ്പറേഷൻ തന്നെയാണ് ഇപ്പോൾ മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഫേവറേറ്റ് IIT, ഫേവറേറ്റ് കോഴ്സ് അതൊക്കെ മനസ്സിൽ ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ടോ? IIT കാൺപൂർ ആണെന്നൊരു താല്പര്യമുണ്ട്. അവിടെ CSE അല്ലെങ്കിൽ EC ഏതെങ്കിലും കിട്ടി പോകണമെന്നാണല്ലോ ആഗ്രഹം. അപ്പോൾ ആ ഒരു ആഗ്രഹത്തിലേക്ക് തന്നെ ലക്ഷ്യം വെച്ച് മുമ്പോട്ട് പോകുക. ആ ആഗ്രഹം സാധ്യമാകട്ടെ ഞങ്ങൾ ഒരിക്കൽ കൂടി ബ്രില്യൻ ഫാമിലി ഒരിക്കൽ കൂടി ആശംസിക്കുകയാണ്. അപ്പോൾ മോനെ ഓൾ ദി ബെസ്റ്റ്. ഇവരെ ഈ വിജയത്തിലേക്ക് എത്തിച്ചതിന് പിന്നിൽ ഒരൊറ്റ പേരേ ഉള്ളൂ, എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റു സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.